കൊച്ചിയിലെ മാലിന്യങ്ങളും ബ്രഹ്മപുരവും ഒരേപോലെ ചേർന്ന് പോകുന്ന രണ്ട് വാക്കുകളാണ്. എന്തായാലും കൊച്ചിയിലെ മാലിന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മപുരത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നത്തെ കാര്യത്തിൽ കൊച്ചിയിലെ മാലിന്യവും ബ്രഹ്മപുരവും തന്നെ. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞ ചില കാര്യങ്ങളിലൂടെയാണ് ബ്രഹ്മപുരം വീണ്ടും സജീവ ചർച്ചാ വിഷയമാകുന്നത്. കോടതി കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ കോടതി കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു കോടതി അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയത്. അതായത് ബ്രഹ്മപുരത്ത് ഇപ്പോൾ മണ്ണിന് മുകളിൽ കാണുന്ന ഈ മാലിന്യങ്ങളെക്കാൾ കൂടുതലാണ് ഭൂമിക്കടിയിൽ മണ്ണിനടിയിലുള്ള മാലിന്യങ്ങൾ എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. അത് കോടതിക്ക് ലഭിച്ച ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണമായിരുന്നു. ഏതാണ്ട് 7 ലക്ഷം ടണ്ണിലധികം വരുന്ന മാലിന്യങ്ങൾ ഭൂമിക്കടിയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. അതിനാണ് കോടതി ആ റിപ്പോർട്ടുകളെ ആശ്രയിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയത്. എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബ്രഹ്മപുരം മാത്രമല്ല, കൊച്ചിയിലെ പലതരത്തിലുള്ള ഇത്തരത്തിൽ മാലിന്യ സംസ്കരണം പല വിധത്തിൽ ഇത്തരത്തിലുള്ള ഓരോ ദിവസങ്ങളിലും ചർച്ചയാകുന്ന ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എല്ലാവരുടെയും കൺമുന്നിലുണ്ട്. ആ ഘട്ടത്തിലെല്ലാം തന്നെ ഓടകളിൽ നിന്നും വഴികളിലേക്ക് ഉയർന്നു വന്നത് നിരവധിയായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയായിരുന്നു. മഴ പെയ്താൽ പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വഴിയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചപ്പോൾ അവിടെ നഗരസഭാ അധികൃതർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതാ ഓരോ തവണയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുമ്പോഴും ബോർഡുകൾ വെക്കുന്നുണ്ട്, അത് അത്തരത്തിൽ അവിടെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആളുകൾ അവിടെ കൊണ്ട് നിക്ഷേപിക്കുകയാണ് എന്നുള്ളതാണ്. അവിടങ്ങളിലെല്ലാം തന്നെ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ കഴിയില്ലേ എന്ന് കോടതി ചോദിച്ചു. അവിടെ ചില പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതായത് ക്യാമറ വെക്കുമ്പോൾ പരസ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിലവിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ മാത്രമേ അതിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതായിരുന്നു നഗരസഭയുടെ വിശദീകരണം. ഇത് മാത്രമല്ല, മറിച്ച് ഫാക്ടറി ഉൾപ്പെടെ അടിഞ്ഞുകൂടി കിടക്കുന്ന ജിപ്സം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില മാലിന്യങ്ങളുണ്ട്. അത് റോഡ് നിർമ്മാണത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ചില ചോദ്യങ്ങൾ, നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനൊക്കെയും പഠന റിപ്പോർട്ടുകൾ കാത്തിരിക്കുകയാണെന്നുള്ള തരത്തിലുള്ള മറുപടികളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ വേഗം ലഭ്യമാക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും കോടതി ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി മേയറുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: അടുത്ത വേനൽക്കാലമാകുമ്പോൾ ബ്രഹ്മപുരം നിവാസികളും കൊച്ചി നഗരവാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു കത്തുപിടുത്തത്തിൻ്റെ ആശങ്കയില്ലാതെ പോകാൻ കഴിയുന്ന സംവിധാനത്തിന് ഒരു ഫലപ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും നല്ല നിലയിൽ ഇത് നോക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പരിപൂർണമായ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പ്രോസസ്സിൽ വരുന്ന ബയോമൈനിങ് ശരിയായിട്ടാണ് നടക്കുന്നത്. അതിനകത്തു നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ഭൂമിക്ക് പ്രകൃതിക്ക് ഹാനികരമായ നിലയിൽ ഇവിടെ വല്ല സെറ്റിലിംഗ് നടക്കുന്നുണ്ടോ, ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പരിസ്ഥിതി വകുപ്പിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള നീരി എന്ന് പറയുന്ന സ്ഥാപനത്തെ നമ്മളിത് ഏൽപ്പിച്ചത്. 2 തവണ അവർ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. 2 തവണയും എന്നെ പരിശോധനയ്ക്ക് ശേഷം അവരെന്നോട് പറഞ്ഞത് വളരെ ഭംഗിയായി ഈ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ബ്രഹ്മപുരം എന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായ ഒരു സംഭവമൊന്നുമല്ല. അത് കാലങ്ങളായി ഉണ്ടായതാണ്. അത് തന്നെ ഉണ്ടായതുമല്ല, നമ്മളെപ്പോലെയുള്ള പല ആളുകൾ പല തലമുറകളായി സൃഷ്ടിച്ചെടുത്ത ഒരു ദുരന്തം തന്നെയാണ് ബ്രഹ്മപുരം എന്നത്. അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. അത് ഉറവിട മാലിന്യ സംസ്കരണമാണ്. മാലിന്യങ്ങൾ ഏത് തരത്തിൽ സംസ്കരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം നമ്മൾക്കുണ്ടാവുക എന്നുള്ളത് തന്നെയാണ്.